പേസ്റ്റ് പോലെ അരച്ചെടുത്ത് അതുകൊണ്ട് അരക്കിലോ പഴമാണ് പാളയംകുളത്തിൻ്റെ. ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു 3/4 കപ്പ് ഗോതമ്പ് പൊടി ഇടുവാണ്. അതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് അരിപ്പൊടി, തേങ്ങ ഒരു മുറി ചിരണ്ടിയതാണ്, ഒരു 1/4 ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും, ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞത്, ഒരു സവോളയാണിത്, ഇത് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 1/4 സ്പൂണ് സോഡാപ്പൊടിയാണിത്, 2 തണ്ട് കരിയാപ്പിലയാണിത്, ചെറുതായിട്ട് അരിഞ്ഞിടുക, ഉപ്പ് പാകത്തിന്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. കൈ കൊണ്ടാണ് ഞാൻ കുഴയ്ക്കുന്നത്, സ്പൂൺ കൊണ്ട് കുഴച്ചാൽ ശരിയാകത്തില്ല. ഗോതമ്പ് പൊടിയും കൂടി കൂട്ടി വെച്ചത് എടുക്കാനായിട്ടാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിനൊരു 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കുന്നത്. മൈദ എല്ലാം തീർന്നായിരുന്നു. കളർ കിട്ടാൻ വേണ്ടിയിട്ട് ശകലം മഞ്ഞൾപ്പൊടി, ഉപ്പ് ഒരു 1/4 സ്പൂണ്. ഇതൊന്ന് കൂട്ടി ഒന്ന് ഇളക്കുവാണ്. ശകലിച്ച വെള്ളം അധികം നീളാണ്ടാക്കത്തില്ല, ഇച്ചിരി വെള്ളം ഇഷ്ടപ്പെട്ടു പോയത്. ഇതാണ് ഈ കണക്കിന് വേണം ഇതിങ്ങനെ കുഴയ്ക്കാനായിട്ട്. നമ്മുടെ ഉണ്ട എടുത്ത് ചീനിച്ചട്ടി ചൂടായി, എന്നിട്ട് എണ്ണ പകരി വേണം. വെള്ളത്തിൽ മുക്കി വെച്ചിങ്ങനെ നൂറിട്ടണം. മാവിനകത്തോട്ട് ഇടണം. ചൂട് മാവിന് ഒഴിക്കുക. ചൂടായി വരുന്നതേ ഉള്ളൂ. ഇട്ട് വെച്ച ഉണ്ട എണ്ണയ്ക്കകത്തോട്ട് ഇടുകയാണ്. വെള്ളം നോട്ട് ഏത് ഷേപ്പിൽ വേണേലും ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഉണ്ട കുട്ടിയായിട്ട് ഇടുന്നു. നമ്മളെ ബോള് ഒരു വശം മാറ്റിയിടുകയാണ്. പഴം കൊണ്ടുള്ള ഉണ്ട റെഡിയായി. കോരുവാണ്. കൊട്ടയ്ക്കകത്തോട്ട് കോരിയിട്ട് നമ്മുടെ പഴം കൊണ്ടുള്ള പലഹാരം റെഡിയായി. നല്ലപോലെ മുരിയുകയും ചെയ്തു. നല്ല മയമുണ്ട്, നല്ല മയമുണ്ട്. മുരിയുകയും ചെയ്ത് വേകുകയും ചെയ്ത്. തിന്നിട്ട് നല്ല ടേസ്റ്റാണെന്നാണ് പിള്ളേർ പറഞ്ഞത്. ശകലം ഏലക്കാപ്പൊടിയും കൂടി ചേർക്കാൻ ഞാനങ്ങ് മറന്നുപോയി. ഇവിടെ എടുത്ത് വെച്ചു, പക്ഷെ അത് ചേർക്കാൻ മറന്നുപോയി. ഈ വീഡിയോ കണ്ടിഷ്ടപ്പെടുന്നവർ, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ, ഈ വീഡിയോ കണ്ടിഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.